ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയ്ക്ക് എതിരെ വെല്ലുവിളി ഉയർത്തി ഐശ്വര്യ വിജയിച്ച് നിൽക്കുന്നതിൻ്റെ അഹങ്കാരത്തിൽ അങ്ങനെ പോകുമ്പോൾ അഖിൽ ശ്യാമയ്ക്കരികിലെത്തി ആശങ്കയോടെ പറയുന്നത്, ഇനിയും ഐശ്വര്യയെടുത്തി നമ്മളെ തോൽപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തും. ശ്യാമ താൻ ഒരു കാര്യം മനസ്സിലാക്കണം. താൻ വെല്ലുവിളിച്ചിരിക്കുന്നത് കണ്ണൻ്റെ പേര് പറഞ്ഞു തന്നെയാണ്. കണ്ണൻ്റെ ശ്യാമയെന്ന് പറഞ്ഞാൽ കണ്ണൻ തന്നെയാണ്. ആ കണ്ണനെ കൂടിയാണ് ഇപ്പോൾ ഐശ്വര്യയെടുത്തി വെല്ലുവിളിച്ചിരിക്കുന്നത്. തൻ്റെ ജീവൻ എന്ന് പറയുന്നത് കണ്ണനാണ്. അതുകൊണ്ട് തൻ്റെ ജീവൻ ആപത്തുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഇനി ഐശ്വര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതാണ് എൻ്റെ ആശങ്ക എന്ന് അഖിൽ പറയുമ്പോൾ അഖിലിനോട് ശ്യാമ പറഞ്ഞു, അഖിൽ സാർ പറഞ്ഞത് ശരി തന്നെയാണ്. എൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണനാണ്. ആ ഉണ്ണിക്കണ്ണൻ തന്നെ നമുക്ക് കാവലായിട്ടുണ്ടാകും സാർ. എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കണ്ണൻ എൻ്റെ വാക്ക് തീർച്ചയായിട്ടും സഫലമാക്കും. ഇപ്പോൾ നമുക്കൊരു തോൽവി സംഭവിച്ചുവെങ്കിലും തീർച്ചയായിട്ടും അരുണേട്ടൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ അരുണേട്ടൻ അനുഭവിക്കുന്ന വേദനകൾക്കൊക്കെ ഒരു പരിഹാരം ഉടനെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഐശ്വര്യേച്ചിയും മോളും അരുണേട്ടനും അനുഭവിച്ച വേദനകൾക്കും ത്യാഗങ്ങൾക്കുമൊക്കെ ഉടനെ തന്നെ ഒരു ഫലമുണ്ടാകും. അത് തീർച്ചയാണ് അഖിൽ സാർ എന്ന് ശ്യാമ അഖിലിനോട് പറയുന്നു. അഖിൽ സാർ അതൊന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് അഖിലിനെ ശ്യാമ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഐശ്വര്യ പുറത്തു വെച്ച് മമ്മിയെ കാണാനായി എത്തുന്നു. ഐശ്വര്യ പുറത്തു വന്നതും സുരഭി വളരെ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് സുരഭിയോട് ഐശ്വര്യ ചോദിച്ചു, അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് ആ വീട്ടിലൊരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നതല്ലാതെ അവിടെ ഇപ്പോൾ ആരും മറ്റൊന്നും ചെയ്യില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ തയ്യാറായിട്ട് എല്ലാവരും ഞാൻ വരച്ച വരയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഐശ്വര്യ സുരഭിയോട് അറിയിച്ചു. എന്നിട്ട് സുരഭിയുടെ മുഖത്ത് ആശങ്ക കണ്ട് ഐശ്വര്യ ചോദിച്ചു, അമ്മ എന്താ ഇങ്ങനെ ആശങ്കപ്പെടുന്നത്? എന്തു പറ്റി? അപ്പോഴാണ് സുരഭി പറഞ്ഞത്, എടി മോളെ, ജയേഷ്. അത് കേട്ടതും പെട്ടെന്ന് ശ്യാമ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ആ കാറിന് അരികിലേക്ക് നോക്കിയതും അവിടെ മറഞ്ഞു നിന്നിരുന്ന ജയേഷ് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. ജയേഷ് ആകെ കരിയോട് വരുന്നത് കണ്ട് ഉടനെ, ജയേഷോ? ആഹാ, എത്ര ദിവസമായി കണ്ടിട്ട്. എന്തായാലും ജയേഷ് ചെയ്ത ഉപകാരം എത്ര പറഞ്ഞാലും മറക്കില്ല എന്ന്, എത്ര നാളായാലും അതിനുള്ള കടപ്പാട് എനിക്കുണ്ടാകും എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ ജയേഷ് പറഞ്ഞു, കടപ്പാടൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എത്രയും വേഗം പണം വേണം. ഷാർപ്പ് ഷൂട്ടർക്ക് 10 ലക്ഷം കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ആ മൊഴി മാറ്റി പറഞ്ഞ ആ മെക്കാനിക്കിന് അയാൾക്കും കൊടുക്കണം 20 ലക്ഷം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 30 ലക്ഷം രൂപ എനിക്ക് തന്നേ തീരൂ എന്ന് ജയേഷ് അറിയിക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, അല്ല, നമുക്ക് 20 ലക്ഷം ആ മൊഴി മാറ്റി പറഞ്ഞ ആ മെക്കാനിക്കിന് കൊടുക്കാം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ 10 ലക്ഷം അത് ആ ഷാർപ്പ് ഷൂട്ടർക്ക് എന്തിനു കൊടുക്കണം? ശ്യാമയെ കൊല്ലാൻ വേണ്ടിയല്ലേ നമ്മൾ ഇതിന് അയാൾക്ക് പണം കൊടുക്കാൻ തയ്യാറായത്? പക്ഷേ നമ്മുടെ കാര്യം സാധിച്ചില്ല, പിന്നെ എങ്ങനെ അയാൾക്ക് പണം കൊടുക്കും എന്ന് ഐശ്വര്യ ജയേഷിനോട് ചോദിച്ചു. ഞാൻ ഇതൊക്കെ അയാളോട് സംസാരിച്ചു നോക്കി, പക്ഷേ അയാൾ അമ്മിനും വില്ലിനും അടുക്കുന്നില്ല. എന്തായാലും അയാൾക്ക് പണം കൊടുത്തു തീരും, ഇല്ലെങ്കിൽ ഇത് അതിലും വലിയ ഗുലുമാലാകും. അത് മറക്കണ്ട എന്ന് ഐശ്വര്യയോട് ജയേഷ് അറിയിച്ചു. ജയേഷിന്റെ വാക്കുകൾ കേട്ട ഐശ്വര്യ പറഞ്ഞു, ഞാനിപ്പോ എവിടെ നിന്നാണ് ജയേഷ് പണം സംഘടിപ്പിക്കുക? എൻ്റെ പക്കൽ അതിന് പണം കണ്ടെത്താനുള്ള പോംവഴിയൊന്നും വേറെ ഇല്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? എൻ്റെ ഈ പണവുമില്ല എന്ന് ജയേഷിനോട് ഐശ്വര്യ ആശങ്കയോടെ അറിയിച്ചു. ജയേഷ് പറഞ്ഞു, എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് പണം കൊടുക്കണം. അറിയാമല്ലോ, കോടതിയിലെ കാര്യങ്ങൾ ഇതോടെ അവസാനിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കോടതി കൂടുമ്പോൾ ആ മെക്കാനിക്ക് മൊഴി മാറ്റി പറഞ്ഞാൽ ഐശ്വര്യ കുടുങ്ങും. അത് മറക്കണ്ട. പിന്നെ ജീവിതകാലം മുഴുവൻ അരി എണ്ണാം, അത്രയേ ഉള്ളൂ എന്ന് ജയേഷ് ഐശ്വര്യയെ ഭീഷണിപ്പെടുത്തി. അത് കേട്ടതും ഐശ്വര്യ പറഞ്ഞു, ശരി, ഞാൻ എങ്ങനെയെങ്കിലും പണം സംഘടിപ്പിക്കാൻ നോക്കട്ടെ. ജയേഷ് ഒന്ന് കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കേ എന്ന് ഐശ്വര്യ ജയേഷിനെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് ജയേഷ് പോയതിനു ശേഷം സുരഭി പറഞ്ഞു, അതെ, എനിക്കും വേണം 20 ലക്ഷം രൂപ. എനിക്കും കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ 50 ലക്ഷം രൂപ നീ ഉടനെ ഉണ്ടാക്കണം. അത് കേട്ട ഐശ്വര്യ ചോദിച്ചു, മമ്മി, ഞാനത് എവിടുന്ന ഈ പണമെല്ലാം ഉണ്ടാക്കുക? മമ്മി കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഐശ്വര്യ അന്വേഷിച്ചതും ഉടനെ സുരഭി പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട. എനിക്കൊന്നേ പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് എനിക്ക് ഈ പണം കിട്ടണം, അത്രേ ഉള്ളൂ. പിന്നെ അതിന് നീ ഇപ്പോൾ പറഞ്ഞതുപോലെ ആനന്ദനിലയത്തിൽ നിന്ന് തന്നെയുള്ളൂ പണം കണ്ടെത്താൻ കഴിയൂ. അതിനുള്ള ബുദ്ധിയൊക്കെ നിനക്കുണ്ട്. നീ അത് പ്രയോഗിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് സുരഭി ഐശ്വര്യയോട് പണം എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണമെന്ന് നിർബന്ധിച്ചിരിക്കുന്നു. ഐശ്വര്യ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആനന്ദനിലയത്തിൽ പനി പിടിച്ച് കിടക്കുന്ന ഐശ്വര്യയെ വളരെ സ്നേഹത്തോടെ താങ്ങി പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് പതുക്കെ ഐശ്വര്യയെ ഇറക്കിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് എത്തുകയാണ് ശ്രീകുട്ടി. ഐശ്വര്യയെ പതുക്കെ നടന്നിറങ്ങി വരുമ്പോൾ
ശ്രീകുട്ടി പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി കഞ്ഞി എടുത്തുകൊണ്ട് വരാം എന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അശ്വതി പറഞ്ഞു, വേണ്ട മോളെ, മോൾ നീ ഇവിടെ ഇരുന്നോ, അമ്മയ്ക്ക് അത്ര കുഴപ്പമൊന്നുമില്ല, അമ്മ ഇവിടെ ഇരുന്നോളാം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ തന്നെ പോയി കഞ്ഞി എടുത്തോളാം എന്ന് ശ്രീകുട്ടിയോട് അശ്വതി പറഞ്ഞു. അത് കേട്ട് ശ്രീകുട്ടി പറഞ്ഞു, അത് വേണ്ട, അമ്മയ്ക്ക് ഞാൻ കഞ്ഞി എടുത്തുകൊണ്ട് തരാം, എനിക്ക് അതൊക്കെ പറ്റുമേ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അശ്വതി അവിടെ ഇരുത്തിയിട്ട് കഞ്ഞി എടുക്കാനായി കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കഞ്ഞിയുമായിട്ട് അവിടേക്ക് വസന്തരാമ എത്തി. അത് കണ്ട ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, ദേ അമ്മേ, മുത്തശ്ശി ദേ കഞ്ഞിയായിട്ട് വരുന്നു. അത് കണ്ടതും അശ്വതി അതിശയത്തോടെ നോക്കി. പെട്ടെന്ന് അശ്വതി ചാടി എഴുന്നേക്കാൻ ഒരുങ്ങുമ്പോൾ വസുന്ധര അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകണ്ട, അവിടെ തന്നെ ഇരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി അവിടെ പിടിച്ചിരിക്കുന്നു. അശ്വതി ആകെ വിഷമത്തോടെ ആകെ ദയനീയമായ രീതിയിൽ വസുന്ധരയെ നോക്കുന്നത് കണ്ട് അശ്വതിയോട് വസുന്ധര ചോദിച്ചു, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അതെ, നീ ഇപ്പോൾ എനിക്ക് എൻ്റെ ശ്യാമയും അമൃതയും പോലെ തന്നെയാണ്, എൻ്റെ മക്കളിൽ ഒരാൾ തന്നെയാണ് നീ എനിക്ക് എല്ലാം മനസ്സിലായി മോളെ. നീ ഇത്രയും നാളും ഞാൻ നിന്നെ അകറ്റി നിർത്തുകയും തള്ളി പറയുകയും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറ്റാൻ നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ സ്നേഹം എന്താണെന്നും എന്തുകൊണ്ട് അത് നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുവെന്നും സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നുമൊക്കെ ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് മോളെ. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, എൻ്റെ അരുണിൻ്റെ ജീവിതത്തിൽ നീ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നിന്നെ തന്നെ എൻ്റെ അരുണിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ഐശ്വര്യമായിട്ടുള്ള എല്ലാ ബാധ്യതകളും അവസാനിപ്പിച്ച് അരുണിൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും മോളെ എന്ന് അശ്വതിയോട് വസുന്ധരാമ അറിയിച്ചു. വസുന്ധരാമ ആ പറയുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് അമൃതയും ഒപ്പം ശ്യാമയും കൂടി എത്തുന്നു. ആ സമയം അശ്വതിയെ ചേർത്ത് പിടിച്ച് വസുന്ധരാമ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് വളരെ സന്തോഷത്തോടെ ശ്രീകുട്ടി ചോദിച്ചു, മുത്തശ്ശി അരുണങ്ങളുമായിട്ട് എൻ്റെ അമ്മയുടെ വിവാഹം നടത്തുമോ? ഞാനത് ഒത്തിരി ആഗ്രഹിച്ചതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അരുണങ്കിളിനെ. അല്ല മുത്തശ്ശി, എവിടെ വെച്ചാ എൻ്റെ അമ്മയുടെ കല്യാണം? ക്ഷേത്രത്തിൽ വെച്ചാണോ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ അവിടേക്ക് അരുണും ആദിയേട്ടനും എല്ലാം എത്തുന്നു. ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്ന ആദിയേട്ടൻ പറഞ്ഞു, ഇപ്പോൾ അമ്മ ശരിയായ ഒരു തീരുമാനം എടുത്തു അല്ലേ എന്ന് പറഞ്ഞതും അതേ മോനെ എന്ന് വസുന്ധരാമ പറയുമ്പോൾ, എവിടെ വെച്ചാ മുത്തശ്ശി എൻ്റെ അമ്മയുടെ കല്യാണം എന്നായി ശ്രീകുട്ടിയുടെ അടുത്ത ചോദ്യം. അപ്പോഴേക്കും വസുന്ധരാമ പറഞ്ഞു, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, വരട്ടെ, നമുക്ക് ആലോചിക്കാം എന്ന് വസുന്ധരാമ പറഞ്ഞ് ശ്രീകുട്ടിയെ സമാധാനിപ്പിച്ചു. അതിനുശേഷം ശ്യാമ ആകെ വിഷമത്തോടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയും അമൃതയെടുത്ത് ചോദിച്ചു, എന്താ ശ്യാമ, എന്താ ആലോചിക്കുന്നത്? അപ്പോഴേക്കും ചോദ്യം കേട്ട് അമൃതയെടുത്തിയുടെ ചോദ്യം കേട്ട് ശ്യാമ പറഞ്ഞു, എടുത്തി, മറ്റൊന്നുമല്ല, ഞാൻ ആലോചിച്ചത് അശ്വതി ചേച്ചിയുടെയും അരുണേട്ടൻ്റെയും ശ്രീകുട്ടിയുടെയും ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അവരെ എത്ര നാളുകളായി ഇതുപോലെ സങ്കടങ്ങളും വേദനകളും മാത്രമായിട്ടുള്ള ദുരിതപൂർണമായ ഒരു ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം, അതിനെന്താണ് വേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശ്യാമയോട് അമൃതയെടുത്തി പറഞ്ഞു, അതിനൊറ്റ പോംവഴി മാത്രമേ ഉള്ളൂ മോളെ. ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഐശ്വര്യ കൂടി സൈൻ ചെയ്യണം, അല്ലാതെ മറ്റൊരു നിവൃത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ എന്ന് അമൃതയെടുത്തി അറിയിച്ചു. അപ്പോഴേക്കും ശ്യാമയും ആലോചിച്ചു. കഴിഞ്ഞ ദിവസം അരുണും ശ്യാമയും കൂടി വക്കീലിനെ കണ്ടപ്പോൾ വക്കീലും പറഞ്ഞതും അത് അഭിപ്രായം തന്നെയായിരുന്നു. ഇനി താൻ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും ഇപ്പോൾ ആനന്ദ നിലയത്തിൽ അഭിരാമിയും ഒപ്പം ശ്രീകുട്ടിയും താമസിക്കുന്നത് അത് അരുണിനെ കേസിൽ എതിരെയാക്കുന്ന കാര്യങ്ങളാണ്. ഐശ്വര്യയ്ക്ക് നീതി നേടിക്കൊടുക്കുന്നതിന് കോടതി ഐശ്വര്യയുടെ ഒപ്പം നിൽക്കുന്നതിനുള്ള ഒരു വഴി കൂടിയായി മാറും. ഐശ്വര്യ മനഃപൂർവ്വം കോടതിയിൽ അക്കാര്യം എടുത്തിട്ടാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കുകയും ചിലപ്പോൾ അരുണിന് അന്ന് അതിൻ്റെ ശിക്ഷയായി ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ കൂടി ഉണ്ടാകും. അത് തീർച്ചയാണ് എന്ന് അറിയിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും അരുൺ പറഞ്ഞു, സർ, ഞാൻ പറഞ്ഞല്ലോ, ആ ജയേഷ് ഇപ്പോഴും പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ ജയേഷ് ഏത് നിമിഷവും അഭിയെയും കുഞ്ഞിനെയും അപായപ്പെടുത്തിയേക്കും. അതുകൊണ്ടാണ് അവരെ ആനന്ദനിലയത്തിൽ തന്നെ നിർത്തിയിരിക്കുന്നത് എന്നറിയിച്ചു. അതും ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ഐശ്വര്യയ്ക്ക് അനുകൂലമായ വിധി വരുന്നതിന് ഒത്തിരി സഹായിക്കും എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിയുമ്പോൾ ആകെ വിഷമത്തോടെ അരുൺ നിന്നത് ശ്യാമ ഓർമ്മിച്ചു. അതെല്ലാം ഓർത്തുകൊണ്ട് ശ്യാമ പറഞ്ഞു, എടുത്തി, എന്തായാലും ഞാൻ ഈ കാര്യത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എൻ്റെ കണ്ണൻ എന്നെ സഹായിക്കും. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കണ്ണൻ അതിനുള്ള വഴി ഉണ്ടാക്കിത്തരും എടുത്തി എന്ന് പറഞ്ഞതും അമൃതയെടുത്തി പറഞ്ഞു, അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അമൃതയെടുത്തി അവിടെ നിന്ന് മാറുന്നു. അതിനുശേഷം
ശ്യാമ അതിനെന്താണ് പോംവഴി എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഐശ്വര്യ എത്തുന്നു. ശ്യാമ തനിച്ചിരിക്കുന്നത് കണ്ട് ഐശ്വര്യ ആലോചിച്ചു, എനിക്ക് വേണ്ട 50 ലക്ഷം രൂപ ശ്യാമയോട് സോപ്പിട്ടാൽ ചിലപ്പോൾ കിട്ടിയേക്കും. ശ്യാമയുടെ മുന്നിൽ കരഞ്ഞു പറഞ്ഞാൽ അവൾ പണം തരും. അങ്ങനെ മനസ്സറിയുന്ന ഒരു പ്രകൃതമാണല്ലോ എന്നാലോചിച്ച് ഐശ്വര്യ വേഗം ശ്യാമയുടെ അരികിലേക്ക് എത്തി. ശ്യാമ ഇവിടെ തനിച്ചിരിക്കുകയാണോ? ഞാൻ കുറേ നേരമായി ശ്യാമയെ നോക്കുന്നു. എന്തു പറ്റി ശ്യാമേ എന്നൊക്കെ ശ്യാമയുടെ കുശലാന്വേഷണം നടത്തുമ്പോൾ ശ്യാമ ചോദിച്ചു, എന്താ, പണത്തിന് എന്തെങ്കിലും ആവശ്യമായിട്ടാണോ ഇപ്പോൾ വന്നത് എന്ന് ശ്യാമ അന്വേഷിച്ചതും ഐശ്വര്യ പറഞ്ഞു, ഈ ശ്യാമയുടെ ഒരു കാര്യം, മറ്റുള്ളവരുടെ മനസ്സ് എത്ര പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ എന്നൊക്കെ ചോദിച്ച് ചിരിച്ചുകൊണ്ട് ശ്യാമയുടെ അരികിലേക്ക് എത്തി ഐശ്വര്യ സംസാരിച്ചു. ഇത് കണ്ടതും ശ്യാമ ചോദിച്ചു, എന്താ ഐശ്വര്യത്തേക്ക് ഇപ്പോഴത്തെ ആവശ്യം? അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, ശ്യാമേ, വേറൊന്നുമല്ല, എനിക്ക് ഉടനെ ഒരു 50 ലക്ഷം രൂപ വേണം ശ്യാമേ. 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നിനക്ക് വെറും നിസ്സാരമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് 50 ലക്ഷം രൂപ വേണം ശ്യാമേ എന്ന് ഐശ്വര്യ ആവശ്യപ്പെട്ടു. അത് കേട്ടതും ശ്യാമ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, ശ്യാമേ, നീ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. നീ പറഞ്ഞ വേണമെങ്കിൽ ഞാനിപ്പോൾ മരിക്കാൻ വരെ തയ്യാറാകും. എനിക്ക് നീ 50 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ ചോദിച്ചു, അങ്ങനെയൊക്കെ ചെയ്യുമോ? സത്യമാണോ അത് എന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറഞ്ഞു, മരിക്കാൻ തയ്യാറാവുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്ര കൂടി പറഞ്ഞു. എന്നാലും നീ പറയുന്ന എന്തായാലും ഞാൻ ചെയ്യും, അത് തീർച്ച എന്ന് ഐശ്വര്യ പറഞ്ഞു. അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു, ശരി, ഞാൻ പറഞ്ഞ എന്താണേലും ചെയ്യും, സത്യമാണോ എന്ന് ചോദിച്ചപ്പം അതെ ശ്യാമേ, അത് സത്യമാ. അപ്പോഴേക്കും ശ്യാമ ചോദിച്ചു, ശരി, അങ്ങനെയാണെങ്കിൽ അരുണേട്ടൻ, ഞാൻ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ തരാം. പക്ഷേ അരുണേട്ടനുമായിട്ടുള്ള ജോയിൻറ്റ് ഡിവോഴ്സ് പെറ്റീഷന് നിങ്ങൾ സൈൻ ചെയ്യണം. ഐശ്വര്യടുത്തേക്ക് അതിന് പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഐശ്വര്യ ചോദിച്ചു, അരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണം? അത് പറ്റില്ല ശ്യാമേ. അത് ചോദിച്ചു, ശ്യാമ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, വേണ്ട ഐശ്വര്യടുത്തി, എൻ്റെ ആവശ്യം ഇത് മാത്രമാണ്. ഈ കണ്ടീഷൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ 50 ലക്ഷം രൂപ ഐശ്വര്യടുത്തേക്ക് തരാം എന്ന് ശ്യാമ സമ്മതിക്കുന്നു. അത് കേട്ടതും ഐശ്വര്യ കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. എന്നിട്ട് ആകെ വിഷമത്തോടെ ഇരുന്നിട്ട് പറഞ്ഞു, ശ്യാമേ, ശരി, ഞാൻ സൈൻ ചെയ്യാം. പക്ഷേ എനിക്ക് മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്. എനിക്ക് 50 ലക്ഷം രൂപ പോരാ, എനിക്കൊരു 75 ലക്ഷം തരണം. എന്നാൽ മാത്രമേ ഞാനത് സൈൻ ചെയ്യൂ. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, അങ്ങനെയൊന്നും പറ്റില്ല എന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, ശ്യാമേ, നിനക്കറിയാമല്ലോ, ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും. ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാവുകയാണ്. പിന്നെ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും ശ്യാമേ? എനിക്ക് എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? അതിനുവേണ്ടിയാണ്. എനിക്കൊരു 75 ലക്ഷം തരികയാണെങ്കിൽ ഞാൻ സൈൻ ചെയ്യാം ശ്യാമേ, ഉറപ്പ് എന്ന് പറയുമ്പോൾ ശ്യാമ തൻ്റെ കണ്ണൻ തനിക്ക് മുന്നിൽ തെളിയിച്ചു തന്ന വഴിയായിരിക്കുമോ അതെന്നും, അത് ഐശ്വര്യ പറഞ്ഞതുപോലെ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ അരുണേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഐശ്വര്യയെ അകറ്റി നിർത്താൻ കഴിയും. പിന്നെ സന്തോഷകരമായ ഒരു സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ആനന്ദ നിലയത്തിൽ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. എങ്കിലും ഐശ്വര്യയുടെ വാക്കായതുകൊണ്ട് അത് സത്യമായി ഭവിക്കുമോ എന്നൊക്കെയുള്ളൊരാശങ്ക, താൻ ഈ ചെയ്യുന്നത് ശരിയാകുമോ എന്നും എല്ലാം ശ്യാമ അല്പനേരത്തേക്ക് ആലോചിക്കുന്നു.